കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ എല്ലാ കൊല്ലവും എക്സാമിനാകുമ്പോഴത്തേക്കും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കൊല്ലം നമ്മൾ ചെയ്യണമെന്നുള്ളത് ഒരുപാട് ആലോചിച്ചതാണ്. പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലൂടെയും ടെലിഗ്രാമിലൂടെയും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്, എക്സാമിൻ്റെ പാറ്റേൺ, ഇങ്ങനത്തുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബികോം വിദ്യാർത്ഥികളുടെ ക്ലാസ്സിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ എക്സാമാണ് എഴുതാനായിട്ട് പോകുന്നത്. 17-ാം തീയതി മുതലാണ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി ടൈം ടേബിളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ പബ്ലിഷ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ഇട്ടതാണ്. അപ്പം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഡിഗ്രി എക്സാം എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് കൺഫ്യൂഷനുണ്ട്, എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ എങ്ങനെ എഴുതിയാൽ ജയിക്കും, +2 പോലെയാണോ, ഇങ്ങനത്തുള്ള ഒരുപാട് കാര്യത്തിൽ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾ +2 അല്ലെങ്കിൽ +1 +2 എഴുതിയ പോലെ അല്ല ഇനി എഴുതാൻ പോകുന്നത് എക്സാം. കാരണം +1 +2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പോയിന്റുകൾ എഴുതിയാൽ മാർക്ക് കിട്ടുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഡിഗ്രിയും അങ്ങനെ തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. എങ്കിൽ പോലും എക്സാം എഴുതുന്ന പാറ്റേണിലൊക്കെ വ്യത്യാസമുണ്ട്. എക്സാം 3 മണിക്കൂറാണ് എക്സാമുകൾ നടക്കുന്നത്. കോമൺ ആയിട്ട് എക്സാം നടക്കുന്നത് 1:30 മുതൽ 4:30 വരെയും, വെള്ളിയാഴ്ച ദിവസങ്ങൾ ഫ്രൈഡേ ആണെങ്കിൽ 2 മണി തൊട്ട് 5 മണി വരെയാണ് എക്സാം നടക്കുന്നത്. 3 മണിക്കൂർ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ടൈമാണ്. പിന്നെ നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഇല്ല. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം 1:30 തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതി തുടങ്ങാനായിട്ട് പറ്റും. 3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആൻസർ ഷീറ്റ് തിരിച്ചു വാങ്ങുകയും ചെയ്യാം. അല്ലാതെ കൂൾ ഓഫ് ടൈം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞു പോയ +1 +2 കാലങ്ങളിലൊക്കെ കഴിഞ്ഞു പോയതാണ്. പിന്നീട് വരുന്നത് നിങ്ങൾ എക്സാം എഴുതുന്നതിൻ്റെ രീതിയാണ്. കാരണം നിങ്ങൾ നേരത്തെ എഴുതിയ കുറച്ച് നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിരുന്നു +1 +2, എന്നാലും അധികം പേജുകളില്ലാത്തതായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 22 പേജുള്ള ഒരു ബുക്ക്ലെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ 22 പേജ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് വാങ്ങി എഴുതാനായിട്ട് സാധിക്കും. സാധാരണയായി കുട്ടികൾക്കൊക്കെ ആ ഒരു ബുക്ക്ലെറ്റ് തന്നെ മതി. എങ്കിൽ പോലും അധികമായിട്ട് എഴുതുന്ന ആർട്സ് സബ്ജക്റ്റുകളും കൊമേഴ്സ് സബ്ജക്റ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ അഡീഷണൽ ഷീറ്റ് വാങ്ങേണ്ടതായിട്ട് വരും. ഇനി എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാമല്ലോ. 2 മാർക്ക്, 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 15 മാർക്ക് എന്നതാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ. 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യനാണ് തരുന്നത്. ആ 10 ക്വസ്റ്റ്യനും കമ്പൽസറിയാണ്, നിങ്ങൾ 10 ക്വസ്റ്റ്യനും എഴുതണം. ദെൻ 2 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യൻ തരും. അതിൽ 8 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 8 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 16 മാർക്കാണ് കിട്ടുന്നത്. പിന്നെ വരുന്നത് 4 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യനാണ് തരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ 6 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. അങ്ങനെ 24 മാർക്ക്. പിന്നെ 15 മാർക്കിൻ്റെ 4 essay ക്വസ്റ്റ്യൻ തരും. അതിൽ നിന്ന് 2 essay ക്വസ്റ്റ്യൻ എഴുതുക. അങ്ങനെ 15 മാർക്ക് വീതം 30 മാർക്ക്. അങ്ങനെ 80 മാർക്കിനാണ്. പിന്നെ 20 മാർക്ക് നിങ്ങളുടെ സി മാർക്ക്, അതായത് നിങ്ങളുടെ അറ്റൻഡൻസ്, അസൈൻമെൻറ്റ്, സെമിനാർ, അങ്ങനത്തുള്ള, അതായത് എക്സാം നടക്കുള്ളൂ, ഇൻറ്റേർണൽ എക്സാം നടക്കും, അതിൻ്റെയൊക്കെ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും തരുന്നത്. അങ്ങനെ 100 മാർക്കിലാണ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ എക്സാമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ടൈം മാനേജ്മെൻ്റ് ആണ്. അതായത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മിക്കപ്പോഴും എഴുതി തീർക്കാനായിട്ട് സാധിക്കാതെ, അതായത് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ പെട്ടെന്ന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. കാരണം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പാകപ്പിഴകൾ സംഭവിക്കും. സെക്കൻഡ് തേർഡ് സെമസ്റ്റർ ആകുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഫസ്റ്റ് സെമസ്റ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം തികയാതെ വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതണമെന്നുള്ളൊരു ഐഡിയ കിട്ടാതെ വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ 30 മിനിറ്റിനുള്ളിൽ തന്നെ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയൊക്കെ എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം 4 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെ എഴുതുക. 1 മാർക്കിൻ്റെ എന്ന് പറയുമ്പം 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ആ 1 മാർക്ക് കിട്ടാനുള്ള രീതി മാത്രം എഴുതുക. ഒരു 2 വരി 3 വരിയിൽ നിർത്തുക. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മാക്സിമം ഒരു 5 വരിയിൽ നിർത്തുക. ദെൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1.5 പേജ് എഴുതാം. അതായത് ഒരു പേപ്പറിൻ്റെ ഒരു സൈഡും അടുത്ത പേപ്പറിൻ്റെ അര സൈഡും എഴുതാം. അതായത് ഒരു പേപ്പർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, 2 സൈഡും എഴുതണമെന്നില്ല, 1.5 പേജിൽ നിങ്ങൾക്ക് നിർത്താം. അതത് സബ്ജക്റ്റ് അനുസരിച്ചാണ്. ഞാനിപ്പോൾ പറയുന്ന ഒരു തിയറി സബ്ജക്റ്റ്, ഒരു കൊമേഴ്സ് ആർട്സ് സ്റ്റുഡൻസ് എഴുതുന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ വരുന്നത് 15 മാർക്കിൻ്റെയാണ്. അത് നിങ്ങൾക്കൊരു 3-3.5 പേജ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സമയം അതനുസരിച്ച് മാനേജ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ മാക്സിമം പോയിന്റുകൾ ഉൾപ്പെടുത്തി എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ചോദിച്ചാലോ അഡ്വാൻറ്റേജസ് ചോദിച്ചാലോ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചോദിച്ചാലോ ആ പോയിന്റ് എഴുതിയിട്ട് ജസ്റ്റ് അത് അണ്ടർലൈൻ ചെയ്ത് അത് 2 വരിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം പോയിന്റുകൾക്കാണ് ഇവിടെ മാർക്ക് കിട്ടുന്നത്. ടീച്ചേഴ്സിന് ആൻസർ കീ കിട്ടുമ്പോഴും അതിൽ പോയിന്റുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ആ പോയിന്റുകൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിന്റുകൾ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നിങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്. ഇനി 10 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു ഹാർഡ് സ്റ്റഡി അല്ല, അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ട് പഠിക്കാമെന്നല്ല, കുറച്ച് സ്മാർട്ടായിട്ട് പഠിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എല്ലാം പഠിച്ചിട്ട് പോവും. ചിലപ്പം ചില ഏരിയയൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളൊക്കെ ആ ഏരിയയൊക്കെ നന്നായി പഠിച്ചിട്ട് പോവും, പക്ഷേ ആ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നും. അതുപോലെ തന്നെ എക്സാം ഒന്നും നന്നായിട്ട് എഴുതിയില്ലെന്നുള്ള തോന്നലൊക്കെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നോക്കുക. ആ ഏരിയ നിങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉറപ്പായിട്ടും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെമസ്റ്ററൊക്കെ നിങ്ങളുടെ സിലബസിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് എന്താണോ തന്നിട്ടുള്ളത് ആ സിലബസിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പ്രീവിയസ് ഇയർ നിങ്ങളുടെ കോളേജുകളിൽ തന്നെ ലൈബ്രറികളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും ഇല്ല, അവധിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരുപാട് സൈറ്റുകളിൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കും ഒരു ടെലിഗ്രാം ചാനലുണ്ട്, കൊമേഴ്സ് അച്ചീവേഴ്സ് എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തെ വിദ്യാർത്ഥികൾ, ഏകദേശം 8000-ലധികം വിദ്യാർത്ഥികൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവർ ഷെയർ ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൻ്റെ ഫയലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽ ക്ലിക്ക് ചെയ്ത് ഫയലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെർച്ച് പേര് ചെയ്ത് നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതുപോലെ തന്നെ ബികോം വിദ്യാർത്ഥികളുടെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ നോട്ടുകളും എല്ലാം ആ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിലും നിങ്ങളുടെ ബികോം സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോട്ടും എല്ലാം സേവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രൈവിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതുപോലെയുള്ള നമ്മുടെ ചാനൽ പോലെ തന്നെ മറ്റു ഒരുപാട് ചാനലുകളിനകത്ത് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറ്റ് സബ്ജക്റ്റുകളുടെയും. അപ്പോൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അവരുടെ ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുന്നു. നമുക്ക് മാക്സിമം റിസോഴ്സസ് കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. അത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലും നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുമോ അവിടെ നിന്നൊക്കെ നിങ്ങൾ അത് കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാവും. ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ട് മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. സിലബസിൻ്റെ പുറത്ത് നമ്മളിപ്പം +1 +2 ഒക്കെ ആണെങ്കിൽ അവിടുന്ന് ചോദിക്കുമോ ഇവിടുന്ന് ചോദിക്കുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ്. പക്ഷേ ബികോം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ BC എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഫസ്റ്റ് സെക്കൻഡ് സെമ്മിൽ ഉറപ്പായിട്ടും അത് തന്നെയായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ പിന്നെയും പഠിക്കാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇനി ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളവർക്ക് പോലും ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താം. ഇനി 10 ദിവസമാണ് ഉള്ളത്. അപ്പോൾ ചില എക്സാമിന് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതായത് തിങ്കൾ ബുധൻ എക്സാം ആണെങ്കിൽ ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ ബുധനാഴ്ചത്തെ എക്സാമിന് വേണ്ടി പഠിക്കാൻ. പക്ഷേ ചില എക്സാമിന് സാറ്റർഡേയും സൺഡേ ഉണ്ട്, അതിനുശേഷമാണ് മൺഡേ എക്സാം നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ ഈ ഒരു 10 ദിവസത്തിൽ ഒരു ഡേ മാറ്റി വെക്കുക അതിനുവേണ്ടി പഠിക്കാൻ. പിന്നെ നിങ്ങൾ ആ ഒരു എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് സാറ്റർഡേ സൺഡേ ഇരുന്ന് പഠിച്ചാൽ മതി. അത്ര പഠിച്ചെഴുതാനുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയ കാര്യമായിട്ടോ ഡിഗ്രി എക്സാം വലിയൊരു സംഭവമായിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ആ ഒരു സമയം തന്നെ ധാരാളമാണ്. ഇനി ഒരു ഡേ മാത്രമുള്ള സബ്ജക്റ്റുകളുണ്ടല്ലോ, ഇപ്പം വെൻസ്ഡേ എക്സാം ആണെങ്കിൽ ട്യൂസ്ഡേ മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 10 ദിവസം 2 ദിവസം ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. അത് നമുക്ക് ഒരാൾക്ക് ഒരു ടൈം ടേബിൾ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ സ്വന്തമാണ്. അതായത് നമുക്ക്
ഏതാണോ കൺവീനിയൻറ്റ് അതനുസരിച്ച് നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചു നോക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ആ ഫയൽ സെർച്ച് ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങൾ മറ്റുള്ള വിദ്യാർത്ഥികളോട് എപ്പോഴും ചോദിക്കാറ് ആ ഫയൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതല്ല എങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇനി ബികോം വിദ്യാർത്ഥികൾക്കാണ്. ബികോം വിദ്യാർത്ഥികളുടെ മാനേജീരിയൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് തോട്ട്, ഈ 4 സബ്ജക്റ്റിൻ്റെയും ക്ലാസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ്റെയൊക്കെ ഓരോ മൊഡ്യൂളിൻ്റെ ക്ലാസ്സുകൾ, കംപ്ലീറ്റ് ക്ലാസ്സുകളും ഒറ്റ വീഡിയോസിനകത്തായിട്ടും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ കൂടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലേലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ 4 സബ്ജക്റ്റിൻ്റെയും ക്ലാസ് കാണാനായിട്ട് പറ്റും. എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് നമ്മൾ അധികം അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷേ ബാക്കി 3 സബ്ജക്റ്റിൻ്റെയും കംപ്ലീറ്റ് ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതും അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സിൻ്റെ നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട് തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അല്ല എങ്കിൽ പ്രീവിയസ് ഇയർ വേറെ സബ്ജക്റ്റുകളുടെയും നോട്ടുകൾ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ബികോം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഓവറോൾ എക്സാമിന് വേണ്ടി ഓരോ സബ്ജക്റ്റും ഒന്ന് പറയുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് കമൻറ്റിലൂടെ അറിയിച്ചിരുന്നാൽ മതി. നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നമ്മളോട് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്